സാർ നമസ്കാരം. കോതമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സാറിന് എന്താണ് ഈ നിമിഷത്തിൽ കൂടുതലായി പറയാനുള്ളത്? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ജനാധിപത്യ ചേരിയുടെയും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും UDFിനൊപ്പം നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ദുർഭരണം അവസാനിപ്പിച്ച് സൽഭരണത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനുള്ള ജനങ്ങളുടെ വലിയ ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആരോഗ്യരംഗത്ത് അമിതമായ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഈ അവസ്ഥകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ, കുറച്ചുകൂടെ പുരോഗമനങ്ങൾ വരുത്താൻ എന്തെങ്കിലും സാറിന് സാധിക്കുമോ? തീർച്ചയായും. ഇപ്പോൾ കോതമംഗലത്തും നമ്മുടെ സംസ്ഥാനത്തും ആരോഗ്യ മേഖല തകർന്നു പോയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെന്റിലേറ്ററിലാണെന്ന് പറയേണ്ടി വരും. ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, മരുന്നില്ല. എല്ലാ തരത്തിലുമുള്ള വലിയ വെല്ലുവിളികളാണ് ആരോഗ്യ മേഖല നേരിടുന്നത്. അതോടൊപ്പം തന്നെ പഴയ കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും, അപ്പോൾ ഇതിൽ നിന്നും ആരോഗ്യ മേഖലയെ രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആരോഗ്യ കോൺക്ലേവ് സംഘടിപ്പിച്ചു. വിവിധ തലങ്ങളിലുള്ള ആളുകൾ ആ കോൺക്ലേവിൽ പങ്കെടുക്കുകയും കൃത്യമായി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകിയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആരോഗ്യ മേഖലയെ വീണ്ടെടുക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണം നമ്മളിപ്പോൾ പല പ്രദേശങ്ങളും എടുത്തു നോക്കുമ്പോൾ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. പലയിടങ്ങളും നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പലയിടങ്ങളെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടമ്പുഴ പോലുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കൊരു പുനരധിവസിപ്പിക്കാനോ അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ 5 പഞ്ചായത്തുകൾ. ഈ 5 പഞ്ചായത്തുകൾ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്നതാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8 പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. 100 കണക്കിന് ആളുകൾക്ക് അതിദാരുണമായ നിലയിൽ പരിക്കേൽക്കുകയുണ്ടായി. ഇപ്പോൾ വന്യമൃഗശല്യത്തിൽ നിന്നും കോതമംഗലത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. തീർച്ചയായും ഫലപ്രദമായ നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഈ പഞ്ചായത്തുകളിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വാസസ്ഥലവും അതോടൊപ്പം തന്നെ കൃഷിയിടവും ഒക്കെ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഭൂരിഭാഗം ആളുകളും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് UDF മുന്നോട്ട് വയ്ക്കുന്ന വലിയ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. പ്രധാനമായും ഗർത്തങ്ങൾ സ്ഥാപിച്ചാണ് ഈ വന്യമൃഗശല്യത്തെ തടയാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ഈ ട്രെഞ്ചുകൾ താത്തി ഓരോ അതിർത്തിയിലും ഫലപ്രദമായി തടയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വന്യമൃഗശല്യത്തിന് കുറവ് വരുത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്ന ആധുനിക ടെക്നോളജി, AI ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുക്കും. അത് തീർച്ചയായും ഫലപ്രദമായി ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ വലിയ ശ്രമം ഈ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും കൃത്യമായ ഒരു പദ്ധതി ഈ കാര്യത്തിൽ UDFിൻ്റെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളെ രക്ഷിക്കാനുള്ള എല്ലാ കർമ്മ പദ്ധതിക്കും രൂപം കൊടുക്കും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഒരു സ്ഥലത്ത് ആന ഇറങ്ങുകയാണ്, ഇപ്പോൾ ഒരു വലിയ ആക്രമണം, ഒരു പ്രശ്നം നടന്നു. ഈ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് നിലവിലൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ടവർ സ്ഥാപിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു ഫർദർ നടപടികൾ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് തമിഴ്നാട് മാതൃകയാണ്. നമ്മളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്നവരോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ദുരിതപൂർണമായ അവസ്ഥയിൽ പോകുന്നവരൊന്നും കാണാൻ കഴിയില്ല. കാരണം പറഞ്ഞാൽ അവർ ഫലപ്രദമായ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വന്യമൃഗശല്യത്തിൽ നിന്നും
തമിഴ്നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ആധുനിക സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിച്ചും ട്രെഞ്ചുകൾ താത്തിയും വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യുവജനങ്ങൾ ഒത്തിരി ആൾ നാട്ടിൽ നിൽക്കുന്നില്ല, എല്ലാവരും നല്ലൊരു ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ നാട് വിട്ടു പോകുന്നു, ഉപരിപഠനത്തിന് പോകുന്നു, ജോലിക്ക് വേണ്ടി പോകുന്നു, കാരണം നല്ലൊരു ഇൻകം ഇവിടെ നിന്നില്ല, ഒരു ഏൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പം സാർ ഒരു MLA ആയി, ഭാവിയിൽ ഒരു MLA ആയി വരുമ്പോൾ സാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിനൊരു അടിയന്തരമായിട്ട് എന്ത് നടപടി എടുക്കാൻ പറ്റും? തീർച്ചയായും നമുക്കിവിടെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയാതെ പോകുന്നു, വരുമാനം ലഭിക്കുന്ന തൊഴിൽ കിട്ടാതെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ വെല്ലുവിളികളാണ് യുവതലമുറ നേരിടുന്നത്. അപ്പോൾ ഇവർക്ക് നാട്ടിൽ തന്നെ നിൽക്കാനും തൊഴിൽ ലഭ്യമാക്കാനും കഴിയുന്ന പരിപാടികൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ശക്തമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതിന് പ്രധാനമായും ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യവസായ പാർക്കുകൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ സ്ഥാപിക്കണം. ആദ്യഘട്ടത്തിൽ തങ്കളം കാക്കനാട് 4 വരി പാത പൂർത്തിയാക്കുക, തുടർന്ന് വ്യവസായ പാർക്ക് കോതമംഗലത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട എല്ലാ യുവതലമുറയും അവർക്ക് ഇവിടെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. തീർച്ചയായും അവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന പരിപാടികൾ നമുക്ക് ആരംഭിക്കാനും കഴിയും. പ്രത്യേകിച്ച് വിവരസാങ്കേതിക രംഗത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാക്കനാട് ഇന്ന് വലിയൊരു IT ഹബ്ബായി മാറിയിരിക്കുക. അപ്പോൾ തങ്കളം കാക്കനാട് റോഡ് പൂർത്തിയാവുന്നതോടുകൂടി കാക്കനാടിൻ്റെ എല്ലാ വികസനവും കോതമംഗലത്തേക്ക് വരികയാണ്. അപ്പോൾ ആ നിലയിൽ കോതമംഗലത്ത് വ്യവസായ പാർക്കുകളും IT പാർക്കുകളും തുടങ്ങി ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കും. ഉറപ്പാണ് അങ്ങനെ ഒരു പദ്ധതികൾ വരും. സാർ, ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ള കുഞ്ഞു കുട്ടികളടക്കം ഈ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വരെ നടക്കുന്ന വ്യാപകമായിട്ട് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പം നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതികളോ കാര്യങ്ങളോ, നിയന്ത്രിക്കാൻ പറ്റുന്ന എന്താ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം? ഇതിനകത്ത് ഫലപ്രദമായ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാസലഹരിയുടെ ഉപയോഗം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിനകത്ത് പഞ്ചാബായിരുന്നു ഒരു കാലത്ത് 1-ാം സ്ഥാനത്ത് നിന്നെങ്കിൽ ഇന്ന് കേരളം മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം അതിൻ്റെ മറ്റൊരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതിനകത്ത് ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൻ്റെ ഉറവിടം കണ്ടുപിടിച്ചാൽ തീർച്ചയായും നമുക്ക് ഫലപ്രദമായി തന്നെ ഇതിനെ തടയാൻ കഴിയും. അതോടൊപ്പം തന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ലഹരിയാണ് ജീവിതം, സ്പോർട്സാണ് ജീവിതം, അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളാണ് ലഹരി എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജീവിതം തന്നെ ലഹരിയാണെന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് വലിയ തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഇതിൻ്റെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ തലമുറ വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ രാസലഹരിയുടെ ഉപയോഗം പോലും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയെ രക്ഷിക്കാനായിട്ട് ഫലപ്രദമായ നടപടി UDF ഗവൺമെൻറ് എടുക്കും. അപ്പോൾ സാറിൻ്റെ മണ്ഡലത്തിൽ തന്നെ സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നാണ്, അപ്പോൾ ഇത് സ്ത്രീകളിലും കുട്ടികളിലും പെൺപിള്ളേരിലടക്കം ഇങ്ങനെ ഒരു കച്ചവട കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവയർനെസ് ഇതിനെ കുറിച്ച് വേണം, കാരണം ഇതിൻ്റെ ദോഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം നമുക്ക് മണ്ഡലത്തിൽ അങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ രൂപീകരിക്കാൻ പറ്റുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാ സഹോദരിമാർക്കും സ്ത്രീകൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുടുംബത്തിൻ്റെയും ക്ഷേമം എന്ന് പറയുന്നത് ഓരോ കുടുംബവും വരുമാനം ഉണ്ടാകുന്നവരായിട്ട് മാറണം.
വരുമാന സ്രോതസ്സുകളായിട്ട് ഓരോ വ്യക്തിയും മാറുമ്പോഴാണ് കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സഹോദരിമാരുടെ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന, സഹോദരിമാർക്ക് എല്ലാ തരത്തിലും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് തൊഴിൽ സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കണം. നിരവധി സാധ്യതകളുള്ള ഒരു നാടാണ് കോതമംഗലം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും അനന്തമായ സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ അവിടെയെല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. നമ്മൾക്ക് ഗതാഗത സൗകര്യങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയും? ഗതാഗത സൗകര്യങ്ങൾ തീർച്ചയായും നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമുക്കറിയാം, ആലുവ മൂന്നാർ രാജപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലുവ മൂന്നാർ രാജപാത പഴയ മൂന്നാർ റോഡാണ്. 1924 വെള്ളപ്പൊക്കത്തിൽ ആ റോഡ് ഒലിച്ചുപോയി. അന്നത്തെ രാജഭരണം പകരമായി നേര്യമംഗലത്ത് കൂടിയാണ് റോഡ് വെട്ടിയത്. ഏതാണ്ട് 12 കിലോമീറ്റർ ഈ പഴയ രാജപാത വെട്ടിത്തെളിച്ചാൽ അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കിയാൽ തീർച്ചയായും അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. കോതമംഗലം നിയോജകമണ്ഡലത്തിന് വലിയ സാധ്യതകളുള്ള റോഡാണ് ആലുവ മൂന്നാർ രാജപാത. തീർച്ചയായും വളവുകളില്ല, അതോടൊപ്പം തന്നെ വലിയ കയറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ വലിയ ടൂറിസത്തിനും സാധ്യതകളുണ്ട്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആലുവ മൂന്നാർ രാജപാത നമ്മൾ യാഥാർത്ഥ്യമാക്കും. ഉറപ്പായിട്ടും അതിനൊരു സാധ്യതകളുണ്ട്. അതുപോലെ നമ്മൾ കേരളത്തിൽ ഒന്നാകെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ തെരുവ് നായ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കോതമംഗലത്ത് ഏറെക്കുറെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നത്, നമുക്ക് എങ്ങനെയായിരിക്കും അതിനുള്ളൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ എന്താ സാധിക്കുന്നത്? തെരുവായ ശല്യം നമ്മുടെ നാട്ടിൽ രൂക്ഷമായി വന്നിരിക്കുകയും അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ABC പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഈ തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമായിട്ടുള്ളത്. നിരവധി ആളുകളെയാണ് തെരുവുനായ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശക്തമായ പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഫലപ്രദമായി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കും. ജനങ്ങളെ അതിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. അപ്പം എത്രത്തോളം ഈ സാഹചര്യങ്ങൾക്കൊരു പരിഹാരങ്ങൾ കണ്ടെത്താൻ സാറിന് കഴിയും? നിലവിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു 199% അല്ലെങ്കിൽ 100% ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ തീർച്ചയായും ശക്തമായ നടപടികൾ സ്വീകരിക്കും. നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി ജീവിക്കാൻ കഴിയുന്ന നാടാക്കി കോതമംഗലത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദുഃഖങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത നാട്. ആ നാടിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നാടിൻ്റെ വികസനവും കുടുംബക്ഷേമവുമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടായിരിക്കും അടുത്ത 5 വർഷക്കാലത്തേക്ക് അധികാരത്തിൽ വന്നാൽ ഇവിടെ നടപ്പിലാക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സ്കീം കാര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ സാറിന് കഴിയും? ക്ഷേമ പെൻഷൻ നമ്മൾ 3000 ആക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ഫലപ്രദമായി വിതരണം ചെയ്യാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് 3000 രൂപ ആക്കി ക്ഷേമ പെൻഷൻ ഉയർത്തും. അതോടൊപ്പം തന്നെ അത് കൃത്യമായി എല്ലാ മാസവും എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ക്ഷേമനിധി ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാം, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരുടെ ക്ഷേമനിധികളെല്ലാം ഇന്ന് കുടിശ്ശികയായി കിടക്കുകയാണ്. ക്ഷേമനിധിയിൽ അടച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാനാവാത്ത ഒരവസ്ഥയിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചുകൊണ്ട് UDF ശക്തമായി മുന്നോട്ട് പോകും. സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷനുമെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള
ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലൊട്ടാകെ ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ ആശാവർക്കർമാരുടെ കാര്യം. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഒരു സമീപനം എന്തായിരിക്കും UDF ഗവൺമെന്റ് മൊത്തത്തിൽ? ആശാവർക്കർമാർ നമുക്കറിയാം എത്ര മാസമായി അവർ സമരം ചെയ്തു. അവരെയൊക്കെ പുച്ഛിച്ച് അവഹേളിച്ച് വിടുന്ന ഒരു അവസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എല്ലാ തരത്തിലും വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ആശാവർക്കർമാരുടെ വലിയ പ്രവർത്തനം കൊണ്ടാണ്. കോവിഡ് കാലത്ത് അവർ മാലാഖമാരെ പോലെ വീടുകളിലെത്തി നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. പക്ഷേ അവരുടെ അലവൻസ് കൂട്ടുന്ന കാര്യത്തിൽ, അവരുടെ വേതനം കൂട്ടുന്ന കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാർ. യാതൊരു സംശയവും വേണ്ട, ആശാവർക്കർമാരെ ചേർത്ത് നിർത്തിയാണ് UDF മുന്നോട്ട് പോകുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. സാറിൻ്റെ എൻ്റെ നാട് എന്നുള്ള സംരംഭം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് 10 വർഷങ്ങളായി. നിരവധി പദ്ധതികളും പരിപാടികളും, ഏതാണ്ട് 300ഓളം പരിപാടികളും 100ഓളം പദ്ധതികളും വിവിധ മേഖലകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പാലിയേറ്റീവ്. കിടപ്പ് രോഗികൾക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവുമാണ് നൽകുന്നത്. വീടുകളിൽ പോയി അവർക്ക് ആവശ്യമായ മരുന്നും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും ശുശ്രൂഷയും ഒക്കെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നൽകുകയാണ്. എല്ലാ പഞ്ചായത്തിലും ഹെൽത്ത് വർക്കർമാരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 5000ഓളം കിടപ്പ് രോഗികളെയാണ് സംരക്ഷിച്ച് പോരുന്നത്. വലിയൊരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്താനായിട്ട് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഏറ്റവും മികച്ച പദ്ധതിയാണ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ്. നമുക്കറിയാം, ഇന്ന് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കോതമംഗലം, അതോടൊപ്പം തന്നെ കേരളവും. എല്ലാ തരത്തിലും ജനങ്ങൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക, ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നമ്മൾ ആരംഭിച്ചത്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ വലിയ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ, കാർഷിക മേഖലയിലൊക്കെ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സാറിൻ്റെ ചിരിയുടെ പിന്നിൽ ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു നിയോഗമായി മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ്. ജനങ്ങളുടെ വലിയ പിന്തുണ ഈ മുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് നാട് മാറും, നാട് മാറണം എന്നുള്ള വലിയ സന്ദേശവുമായിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ശക്തി പകരുന്നത്. അപ്പം UDF എന്നൊരു പ്രസ്ഥാനത്തോടു കൂടി നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നതോടൊപ്പം UDFിൻ്റെ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് അത്രത്തോളം ഉണ്ടോ? പിന്നെ UDFിൻ്റെ പ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തുന്നത്. UDFിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാണ്. എല്ലാ തരത്തിലുമുള്ള വലിയ നേതൃത്വമാണ് അവർ വഹിക്കുന്നത്. അവരുടെ വലിയ പ്രയത്നമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയം ഉണ്ടാകാൻ പോകുന്നത്. ഉറപ്പായും. എനിവേ, താങ്ക് യു സോ മച്ച് സാർ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു.